രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാലാവസ്ഥ മഴ കുറച്ച് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അനീഷ് വിശദാംശങ്ങൾ. അനീഷ്, നമ്മൾ ആ മൂന്നാമത്തെ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടോ? പ്രത്യേകിച്ച് ആ കണക്ക് വ്യക്തമാകുന്നുണ്ടോ? അതോ 2 മരണത്തിൽ തന്നെയാണോ നിൽക്കുന്നത്? രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി പുരോഗമിക്കുന്നതും കാണുന്നുണ്ട്. ഹരി, 3 മരണം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരാളുടെ മൃതദേഹം മുകൾ ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നെന്നാണ് നമുക്കിവിടെ നിന്നും ദൂരെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ അതാണ് IC ബാലകൃഷ്ണൻ MLA-യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വിശദീകരിച്ചത്. അവരുടെ കണക്കുകളിൽ നിന്നും 3 മരണം ഇപ്പോൾ ആയിക്കഴിഞ്ഞിരിക്കുന്നു. 18 പേരാണ് ആകെ ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ. അത് പ്രത്യേകിച്ചും നേരത്തെ രഞ്ജിത്തൊക്കെ വിശദീകരിച്ച പോലെ മീനാക്ഷി പാലത്തിന്റെ 2 ഭാഗങ്ങളാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഒന്ന് പാലത്തിന്റെ മറുഭാഗം, ആ കള്ളാടി ഭാഗത്തേക്ക് പോകുന്ന ആ സ്ഥലവും മറുവശത്തേക്കുള്ള ഈ ചൂരൽമല ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡും ഉള്ള ഇടങ്ങളാണ്. കുട്ടികളടക്കം സ്കൂളിൽ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്നുള്ളവർ പുറം ലോകത്തേക്ക് പോകുന്നത് ഈ പാലം വഴിയാണ്. ആ പാലത്തിൽ കൂടി ഇപ്പോൾ യാത്ര പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഈ രക്ഷാപ്രവർത്തകരായ ആളുകൾ ഈ മണ്ണുമാന്തി യന്ത്രങ്ങളിലും മറ്റുമാണ് ആ ഭാഗത്തേക്ക് പോകുന്നത്. ആ പാലം ഒന്നടങ്കം മണ്ണ് മൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ചൂരൽമല ദുരന്ത കാലത്ത് പോലും ഈ പുന്നപ്പുഴയിലെ വലിയ വെള്ളം കയറ്റം പെരുക്കമുണ്ടായത് ഇതിലൂടെ ഒഴുകി വന്ന വെള്ളം കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിന്റെ മുകൾ ഭാഗത്ത് കാണാം ടർപോളിനിൽ മൂടിയിട്ടിരിക്കുന്ന വലിയ ഒരു മേഖല, മണ്ണ് ഒന്നടങ്കം ഒരു പർവ്വതം കണക്കെ നിലനിൽക്കുന്ന മേഖല. അവിടെ നിന്നൊക്കെയുള്ള മണ്ണ് വീണ്ടും അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു വശത്ത് മഴ ശക്തമായി പലപ്പോഴും പെയ്യുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് അപകട സാധ്യത ഇപ്പോഴും പൂർണ്ണമായും ഒഴിവായി എന്ന് പറയാൻ കഴിയില്ല. രക്ഷാപ്രവർത്തകരുടെ അടക്കം ജീവൻ പണയം വെച്ചുള്ള ഒരു ദൗത്യം തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. പെട്ടെന്നൊരു വെള്ളപ്പാച്ചിൽ പുറത്തേക്കുണ്ടായാൽ ഒരുപക്ഷെ അവർക്കൊക്കെ പോലും പുറം ലോകത്തേക്ക് എത്താനുള്ള ഒരു ആശ്രയവും ആ പാലം തന്നെയാണ്. ആ പാലത്തിൽ നിന്നുള്ള മണ്ണ് ഏതാണ്ട് ഇപ്പോൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ആ പാലത്തിൽ കൂടിയാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ മറുവശത്തേക്കും ആ അപകടം നടന്ന സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ അടിഭാഗത്തും അതിനോട് ചേർന്നുമൊക്കെ മണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പുന്നപ്പുഴയിലൂടെ വലിയ ഒരു വെള്ളപ്പാച്ചിലാണ് ആ സമയത്ത് ഉണ്ടാവുകയും ചെയ്ത്. എന്തായാലും ഇപ്പോഴും ഒരു അപകട ഭീഷണിയിൽ നിന്നും പൂർണ്ണമായും ഈ മേഖല മുക്തമായിട്ടില്ല. വലിയ തോതിൽ മണ്ണ് ആ പ്രദേശത്ത് നിന്നും നീക്കം ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ടിപ്പർ ലോറികളിൽ ഓരോ മിനിറ്റിലും ഓരോ ടിപ്പർ ലോറിയും നിറച്ചു വിടുന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 6 പേരെയാണ് ഇനിയും കാണാനുള്ളതെന്നാണ് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം. വിനോദസഞ്ചാരികളായി സ്ഥലത്തെത്തിയവരോ അല്ലെങ്കിൽ മറ്റ് നാട്ടുകാരായ തോട്ടം തൊഴിലാളികൾ അടക്കമുള്ള ആളുകളോ ഒന്നും ഈ അപകടത്തിൽ പെട്ടിട്ടില്ല എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. പ്രത്യേകിച്ചും നേരത്തെ തന്നെ ഇവിടെ ഒരു അപകട സാധ്യത ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയതിനാൽ തന്നെ ആളുകളെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചു, അല്ലെങ്കിൽ അവിടെ ജോലി നടക്കാത്ത സാഹചര്യമുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ കാണാം ഈ മീനാക്ഷി പാലത്തിന്റെ അപ്പുറത്ത് മറുകരയിൽ കുറെ അധികം ആളുകൾ ഈ ഇക്കരയിലേക്ക് വരാൻ കാത്തു നിൽക്കുന്ന ആളുകൾ. ഒരുപക്ഷെ അവർ നാട്ടുകാരായ ആളുകളായിരിക്കാം. അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ അടക്കമുള്ളവർ ഇക്കരയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അവരതുകൊണ്ട് തന്നെ അവിടെ നിന്നും പാലത്തിൽ നിന്നും രക്ഷാപ്രവർത്തകർക്കൊപ്പം നാട്ടുകാർ പുറത്തേക്ക് വരാൻ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. കൈകളിൽ തോളുകളിൽ ബാഗൊക്കെ ഇട്ട് അവർ അവിടെ ആ രക്ഷാപ്രവർത്തകർക്കൊപ്പം അവിടെ നിലയുറപ്പിക്കുന്ന കാഴ്ച. നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ അവരുടെ കുട്ടികൾ ഒരു വശത്തും രക്ഷാകർത്താക്കൾ മറ്റൊരു വശത്തുമായി ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യം. അവരെ അങ്ങോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ളവർ ഇങ്ങോട്ട് കൊണ്ടുവരണോ എന്ന ഒരു ആലോചനയുണ്ട്. പ്രത്യേകിച്ചും ക്യാമ്പുകളും മറ്റുമൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ വെള്ളപ്പാച്ചിൽ ഇനി ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു മഴ കൂടി കനത്ത് മണ്ണ് താഴേക്ക് ഒഴുകി എത്തിയാൽ വീണ്ടും ഒരുപക്ഷെ ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായാൽ അത്തരം സാഹചര്യത്തിൽ മണ്ണും ജലവുമൊക്കെ എവിടേക്ക് ഒഴുകും എന്നത് സംബന്ധിച്ച ഒരു കണക്കൂട്ടൽ നടത്തിയിട്ട് അവിടെ നിന്നും ആളുകളെ മാറ്റിപ്പറപ്പിക്കാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് എന്ന് ജില്ലാ കളക്ടർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഒരു ചർച്ചകളും അതിന്റെ ഒരു ആഘാത പഠനവും ഒക്കെ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. എന്തായാലും ദുരന്ത നിവാരണം ഒരു പുതിയ കാര്യമല്ല വയനാട്ടുകാർ
നാട്ടുകാർക്ക്. പ്രത്യേകിച്ചും ഇവിടെ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രം മാറിയാണ് കേരളം കണ്ട ഏറ്റവും വലിയൊരു രക്ഷാപ്രവർത്തനം, കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ആംബുലൻസ് ഒരു അപകടവും നടന്നത്. ഒരു ആംബുലൻസ് ഇപ്പോൾ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു ഇപ്പോൾ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അത് തീർച്ചയായും മൂന്നാമത്തെ മരിച്ച ആളുടെ മൃതദേഹം, അതായത് നേരത്തെ IC ബാലകൃഷ്ണൻ MLA യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ പറഞ്ഞ ആളുടെ മൃതദേഹം എത്തിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് കരുതാൻ കഴിയുന്നു. ഇവിടെ സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതായത് അവിടെ നിന്നും എത്തിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ കണ്ടെടുക്കുന്ന ആളുകളെ അല്ലെങ്കിൽ കണ്ടെടുക്കുന്ന മൃതശരീരങ്ങൾ എത്രയും പെട്ടെന്ന് മറുഭാഗത്തേക്ക് മീനാക്ഷി പാലം സഞ്ചരിച്ച് അവിടേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം നമുക്ക് അവിടെ കാണാം. ഒരു വലിയ ഒരു കൂട്ടം ആളുകൾ, ഫയർഫോഴ്സിന്റെയും മറ്റുമൊക്കെ ഉദ്യോഗസ്ഥർ നടന്നു വരുന്ന ഒരു കാഴ്ച കാണാം. അതിലാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അപകടത്തിൽ മരിച്ച മൂന്നാമത്തെ ആളുടെ മൃതദേഹം രക്ഷാപ്രവർത്തകർ കണ്ടെടുത്ത മൃതദേഹം അവിടെ നിന്നും എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഭൗതിക ശരീരം അവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവരികയാണ് എന്ന് കരുതാം. ഒപ്പം ആംബുലൻസ് സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. അതോ മറ്റെന്തെങ്കിലും കാര്യമാണോ എന്നത് നമുക്കിപ്പോൾ വ്യക്തമാവുന്നില്ല. ഒരാളെ ചേർത്ത് കൊണ്ടുവരുന്നു എന്ന ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ മുകൾ ഭാഗത്തൂടെയാണ് ഇപ്പോൾ വരുന്നത്. ആ പാലത്തിന്റെ മുകളിലൂടെയാണ് ആളുകൾ ഒന്നിച്ച് വരുന്നത്. ഒരു പോലീസുകാരനെ കൂട്ടിക്കൊണ്ടുവരികയാണോ എന്ന ഒരു ചെറിയ സംശയമുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ഒന്നും വ്യക്തമാവുന്നില്ല കാര്യങ്ങൾ. നമ്മൾ വളരെ ദൂരെ ആണ് നിൽക്കുന്നത്. പക്ഷേ അവിടെ ഒരു ജനക്കൂട്ടത്തെ നമ്മൾക്ക് കാണാം. കുറെ അധികം പേര് ചേർത്ത് പിടിച്ച് വരുന്നത് കാണാം. താഴെ കുറച്ചധികം ആളുകൾ നിൽക്കുന്ന കാഴ്ച കാണാം. ആ പാലത്തിന്റെ മുകളിൽ ഭാഗത്ത്, ആ കൈവരികളുടെ ഭാഗത്ത് അല്ലെങ്കിൽ കോൺക്രീറ്റ് പാളികൾ ആ പാലത്തിലേക്ക് വീണിരിക്കുകയാണ്. അതിനും മീതെയാണ് മണ്ണ് മൂടി വന്നിരിക്കുന്നത്. അതെ, ആ മൂന്നാമത് മരിച്ചയാളുടെ മൃതദേഹമാണ് എത്തിക്കുന്ന സ്ട്രെച്ചസിന്റെ ഒരു ഭാഗം നമുക്ക് കാണാം. അവ താഴെ നിൽക്കുന്ന രക്ഷാപ്രവർത്തകരിലേക്ക് കൈമാറുന്നു. അതായത് നേരിട്ട് ആളുകൾക്ക് ഇറങ്ങി താഴേക്ക് വരാൻ ഒരു സാധ്യത ഇല്ലാത്ത ഇടമാണ്. മുകളിൽ നിന്നും രക്ഷാപ്രവർത്തകർ ആ ഭൗതിക ശരീരം ആ കോൺക്രീറ്റ് പാളികൾ, അതായത് പാലത്തിന് മുകളിലേക്ക് അടർന്നു വീണ് അവിടെ ഇരിപ്പുറപ്പിച്ച ആ പാളിയുടെ മുകളിൽ നിന്നും താഴേക്ക് ആളുകൾക്ക് കൈമാറുന്നു. അവിടെ താഴെയുള്ള രക്ഷാപ്രവർത്തകരുടെ കരങ്ങൾ ആ മൃതശരീരത്തെ ഏറ്റുവാങ്ങി പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആംബുലൻസ് ഇവിടെ ക്രമീകരിച്ചിട്ടിരിക്കുന്നു. അവിടെ നിന്നും ഏറ്റുവാങ്ങി പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്തായാലും നേരത്തെ IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർ പറഞ്ഞ മൂന്നാമത്തെ മൃതശരീരമാണ്, മൂന്നാമത്തെ മരിച്ചയാളുടെ. അതായത് ഈ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.